ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ അമരത്തേക്ക് ശുഭ്മാൻ ഗിൽ എത്തുകയാണ്. വലിയ പ്രതീക്ഷയല്ലേ ഒരു യുവതാരം എത്തുന്നതിൻ്റെ? തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു വഴിത്തിരിവിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 5ാമത്തെ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ഈ ഇനത്തിൽ ആദ്യത്തെ ആൾ മൻസൂർ അലി ഖാൻ പട്ടോഡി, 21 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. രണ്ടാമത്തെയാൾ സച്ചിൻ ടെണ്ടുൽക്കറാണ്, 23 വയസ്സിലാണ് അദ്ദേഹം ടെസ്റ്റ് ക്യാപ്റ്റനായത്. മൂന്നാമത്തെയാൾ കപിൽ ദേവ്, 24 വയസ്സിൽ. നാലാമത്തെയാൾ രവിശാസ്ത്രി, 25 വയസ്സും 229 ദിവസവുമാണ് രവിശാസ്ത്രിയുടെ അന്നത്തെ പ്രായം. ശുഭ്മാൻ ഗില്ലിന് ഇപ്പോൾ 25 വയസ്സും 258 ദിവസവുമാണ് പ്രായം. വളരെ ചെറുപ്പമാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും T20, ഏകദിനം, ടെസ്റ്റ് 3 ഫോർമാറ്റിലും ഒരേപോലെ പരിഗണിക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. ഭാവിയിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയി 3 ഫോർമാറ്റിലും ഇന്ത്യയുടെ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം T20യിൽ നിലവിൽ സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിന് ഏതാണ്ട് 34 വയസ്സോളമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 3-4 വർഷം കൂടി ഉണ്ടാകുള്ളൂ സൂര്യകുമാറിൻ്റെ കരിയർ. അതേപോലെ തന്നെ ഏകദിനത്തിൽ ഇനി രോഹിത് ശർമ്മ അടുത്ത ലോകകപ്പ് വരെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശുഭ്മാൻ ഗില്ലിനെ ഈ ടെസ്റ്റ് ക്യാപ്റ്റൻസിയിൽ ശുഭ്മാൻ ഗിൽ തിളങ്ങുകയാണെങ്കിൽ ഈ 3 ഫോർമാറ്റിലും ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനായി പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഋഷഭ് പന്തിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമീപകാല ഫോം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിലെ സ്ഥാനം തന്നെ നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രകടനങ്ങൾ പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടും വൈസ് ക്യാപ്റ്റൻസി സ്ഥാനം, ഒരു പക്ഷേ ക്യാപ്റ്റനായി പോലും ഋഷഭ് പന്തിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വൈസ് ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹത്തെ ടീമിലെടുത്തിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രിൻസ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്നാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. കാരണം വിരാട് കോഹ്ലിയെ കിങ്, അതായത് രാജാവെങ്കിൽ ശുഭ്മാൻ ഗില്ലിനെ രാജകുമാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പാടവം കണ്ടുകൊണ്ട് തന്നെയാണ് 3 ഫോർമാറ്റിലും ഒരേപോലെ മികച്ച രീതിയിൽ റൺ കണ്ടെത്തുന്ന ശുഭ്മാൻ ഗിൽ ആഭ്യന്തര ക്രിക്കറ്റ് അല്ലെങ്കിൽ IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെ വളരെ വിജയകരമായി കഴിഞ്ഞ സീസണിലും ഈ സീസണിലും വിജയകരമായി നയിക്കുന്ന ഒരു ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ഈ സീസണിലെ നമ്പർ 1 സ്ഥാനത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നതും ഓർക്കണം. അതേപോലെ 2 പുതുമുഖങ്ങൾ കൂടി ഈ ടീമിലേക്ക് വരുന്നു. ഒന്ന് സായി സുദർശനാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക ഈ സീസണിലെ IPL-ൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റൺ വേട്ടക്കാരിൽ 1ാം സ്ഥാനത്താണ് സായി സുദർശൻ. അതുകൊണ്ട് തന്നെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അദ്ദേഹത്തിന് ഈ ടെസ്റ്റ് പദവി. നേരത്തെ അദ്ദേഹം ഇന്ത്യൻ ഏകദിന ടീമിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർഷദീപ് സിംഗ്, T20യിലും ഏകദിന ടീമിലും ഇന്ത്യയുടെ സ്ഥിര സാന്നിധ്യമാണ് അർഷദീപ് സിംഗ്. ജസ്പ്രീത് ബുംറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടാൻ സാധ്യതയുള്ള യുവ ബോളർമാരിൽ ഒരാളായിട്ട് വേണം അർഷദീപ് സിംഗിനെ പരിഗണിക്കാൻ. നമുക്കറിയാം മുഹമ്മദ് ഷാമി ഉണ്ട്, പക്ഷേ മുഹമ്മദ് ഷാമിക്ക് പരിക്ക്, പ്രായം തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബുംറയ്ക്ക് ഒപ്പം നിന്ന് പോരാടാൻ മുന്നണിയിൽ പോരാടാൻ പറ്റിയ ഒരു കളിക്കാരനാണ് അർഷദീപ് സിംഗ്. അർഷദീപ് സിംഗിനും ടെസ്റ്റിൽ ആദ്യമായി സ്ഥാനം കിട്ടിയിരിക്കുന്നു. എന്നാൽ ശ്രദ്ധേയമായ ഒരു ഒഴിവാക്കൽ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് സർഫറാസ് ഖാനാണ്. അദ്ദേഹം മികച്ച രീതിയിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുകയും എന്നാൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് അർഹതയുണ്ടായിട്ടും പരിഗണിച്ചില്ല എന്ന പലപ്പോഴും പരാതികൾ ഉയരുകയും പിന്നീട് ടെസ്റ്റിൽ അവസരം കിട്ടുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രകടനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കണം ഇത്തവണ അദ്ദേഹത്തെ ഒഴിവാക്കാനായിട്ടുള്ള കാരണം. അദ്ദേഹം ഈ അമിത ഭാരത്തിൻ്റെയും പ്രശ്നമുള്ള ഒരാളാണ്. എന്നാൽ കഠിനമായ പരിശീലനത്തിലൂടെ ഏതാണ്ട് 10 കിലോയോളം അദ്ദേഹം ഭാരം കുറച്ചിരുന്നു. എന്നിരുന്നാലും സെലക്ടർമാർ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ വാതിലടച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ ഭാവിയിൽ വീണ്ടും സർഫറാസ് ഖാൻ ടീമിലെത്തും. 2 തിരിച്ചുവരവുകൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് ഷാർദുൽ താക്കൂറാണ്. നമ്മുടെ വിജയകരമായ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഋഷഭ് പന്തിനെ പോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ പോലെ തന്നെ ഏറ്റവും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ് ഷാർദുൽ താക്കൂർ. അദ്ദേഹത്തിന് ബോളിംഗ് മാത്രമല്ല നല്ലൊരു ലോവർ എൻഡ് ബാറ്റ്സ്മാൻ കൂടിയാണ് ഷാർദുൽ താക്കൂർ. അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ രഞ്ജിയിൽ മുംബൈക്ക് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെക്കുകയും IPL-ൽ ആദ്യ പരിഗണന ഇല്ലായിരുന്നിട്ട് പോലും പിന്നീട് 2ാമത് ടീമിലെത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തതാണ് ഷാർദുൽ താക്കൂർ. അദ്ദേഹത്തിനെ ടെസ്റ്റ് ടീമിലേക്ക് മടക്കി വിളിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കരുൺ നായർ
മലയാളിയാണ്. തുടക്കകാലത്ത് കരിയറിൻ്റെ തുടക്കകാലത്ത് ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച് ഞെട്ടിച്ച ഒരു ബാറ്റ്സ്മാനാണ് കരുൺ നായർ. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു പ്രകടനം നിലനിർത്താൻ സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ രഞ്ജി സീസണിൽ ഫൈനലിൽ വരെ അവരുടെ ടീമിനെ എത്തിച്ച ഒരു സൗരാഷ്ട്രയുടെ കളിക്കാരനാണ്. നിലവിൽ സൗരാഷ്ട്രയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. അദ്ദേഹം ഫൈനലിൽ പോലും കേരളത്തിനെതിരെ സെഞ്ചുറി നേടിയ ഒരു ബാറ്ററാണ്. IPL-ൽ ഒരു മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി. പിന്നീട് 2-3 മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ടെസ്റ്റ് കരിയറിൽ അല്ലെങ്കിൽ ആ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സെലക്ടർമാർ കരുൺ നായരെ മടക്കി വിളിച്ചിരിക്കുന്നത്. 3 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ കളിക്കുന്നത്. അതിൽ 3 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ കളിക്കുന്നത്. അതിൽ ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റൻ, ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സായി സുദർശൻ, അഭിമന്യു ഈശ്വരൻ, കരുൺ നായർ, നിതീഷ് റെഡ്ഡി, രവീന്ദ്ര ജഡേജ, ധ്രുവ് ജുറേൽ, വാഷിംഗ്ടൺ സുന്ദർ, ഷർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ആകാശ് ദീപ്, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്. ഇതിൽ ധ്രുവ് ജുറേലിനെ സ്റ്റാൻഡ് ബൈ വിക്കറ്റ് കീപ്പറായിട്ടാണ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ സ്വാഭാവികമായും വൈസ് ക്യാപ്റ്റനായ ഋഷഭ് പന്ത് തന്നെയായിരിക്കും. അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ധ്രുവ് ജുറേലിനെ വിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഏതെങ്കിലും ബാറ്റ്സ്മാന് പരിക്കോ ഫോം ഔട്ടോ ആകുകയാണെങ്കിൽ ധ്രുവ് ജുറേലിനെ ഒരു ബാറ്ററായിട്ട് ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 3 മത്സരങ്ങളാണ് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിൽ കളിക്കുക. നിലവിൽ ഇന്ത്യയുടെ A ടീം ഇംഗ്ലണ്ടിലേക്ക് സജ്ജമായി നിൽപ്പുണ്ട്. അതിലുള്ള ഒരാളാണ് അഭിമന്യു ഈശ്വരൻ. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള അഭിമന്യു ഈശ്വരനാണ്. നമ്മൾ ആദ്യം പരിഗണിച്ച പേരുകാരിൽ ആരെങ്കിലും ഒരാൾ ഫോം ഔട്ട് ആണെങ്കിൽ ഒരു പക്ഷേ അഭിമന്യു ഈശ്വരനും ടെസ്റ്റിൽ ഈ പരമ്പരയിൽ ടെസ്റ്റിൽ ഒരു ഡെബ്യൂട്ട് ആദ്യ മത്സരം കളിക്കാനായിട്ടുള്ള അവസരം കിട്ടിയേക്കും. ഏതായാലും നേരത്തെ പറഞ്ഞു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അവശേഷിച്ച അല്ലെങ്കിൽ അവർ അവിടെ ബാക്കിയാക്കിയിരിക്കുന്ന ആ ഒരു പേരും പ്രശസ്തിയും അത് ശുഭ്മാൻ ഗില്ലിലൂടെയും ഋഷഭ് പന്തിലൂടെയും നമുക്ക് തുടരാൻ സാധിക്കും. കാരണം എപ്പോഴും ചെറുപ്പക്കാരാണ് എല്ലായ്പ്പോഴും മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സംഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാരുടെ പുതുനിര ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കാൻ വരുന്നു എന്നുള്ളത് എന്തുകൊണ്ടും ശുഭകരമായൊരു കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.